ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് പുതിയ ബീഡ്സ് കളക്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബീഡ്സാണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട്, കുറച്ച് ഐറ്റംസിൻ്റെ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ബീഡ്സ് ഇപ്പോൾ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോൺസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് കഫ് ചെയ്യാനും അതുപോലെ തന്നെ ടിയാര, സ്ക്രീന് ഷേക്ക് വരുന്നുണ്ടെന്ന് അറിയാം കേട്ടോ. ഹാൻഡ് കഫ് ചെയ്യാൻ, ടിയാര ചെയ്യാൻ, ഹെയർ ബാൻഡ്സ് ചെയ്യാൻ, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടല്ലോ, ആ ടൈപ്പ് സ്റ്റോൺസ്, സെൻറ്റർ സ്റ്റോൺസ്, ക്ലിപ്പ് സ്റ്റോൺസ്, അങ്ങനെ ഒരുപാട് ടൈപ്പിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അതെല്ലാം തന്നെ ഒരുപാട് ലെങ്ത്ത് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് റീസ്റ്റോക്കും പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഈ ഒരു ഗ്ലോയിങ് ടൈപ്പ് വരുന്ന പേസ്റ്റൽ ബീഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ, ഹാർട്ട്, 2 ടൈപ്പ് ഫ്ലവർ, ഹാർട്ട്, ബോ ടൈപ്പ് ഒക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാൻഡി ഷേപ്പാണ് ഈ ഒരു പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട്. അത് ബാക്ക് സൈഡ് ഇതുപോലെയും അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെയും ഒരു ബണ്ണി ഹെഡും പിന്നെ ബാക്ക് സൈഡിൽ സ്വീറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. ഇത് നിങ്ങൾക്ക് ഹെയർ ബോ ചെയ്യുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുട്ടികളുടെ മാല ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ഒരു പീസായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ടൈ ചെയ്യുമല്ലോ, ഹെയർ ടൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ടൈ ചെയ്യണ മെറ്റീരിയൽസ്, ആ ഒരു മെറ്റീരിയൽ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത കേട്ടോ. എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല, ഇത് ജസ്റ്റ് ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ കുട്ടികളുടെ മുടിയിലൊക്കെ 2 ഭാഗമൊക്കെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കില്ല, അതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലൊക്കെ പല നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അതിൽ തന്നെ വേറൊരു ക്യാൻഡി ടൈപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഒരു മിഠായിയുടെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ഹെയർ ബോ ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൻ്റെ ചാംസ്, ഫോണിൽ ഹാങ്ങിങ്സ് ചെയ്യുന്നവരില്ലേ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നമുക്ക് ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഉദ്ദേശിച്ചിട്ടുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇത്രയും ഡിലേ വരാൻ കാരണം നമ്മൾ വാച്ച് ഡയലിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് കാരണം ഒരുപാട് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല തിരക്കിലായിപ്പോയി. നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോലും ഒന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഡയൽ നമ്മൾ 2ാമത് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 3ാമത് നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയൽ. നമ്മൾ ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പ് സ്ക്വയർ ഗ്ലാസ് ബീഡ്സൊക്കെ സ്റ്റോക്ക് എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതെ, ഈ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലിഗേറ്ററിലോ ടിക്ടിക്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ ടിക്ടിക്ക്, ഇതിപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വലുതാണ്, ചെറിയ ടിക്ടിക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോഡലൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരും. അലിഗേറ്ററിൽ 2-3 പീസസ് ആയിട്ട്, ഇതിപ്പോൾ ഒരു 4 പീസൊക്കെ വെക്കാൻ പാകത്തിന് വലിപ്പമുണ്ടാവും, അങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത ബീഡ്സ് വന്നിട്ടുള്ളത് ഇതേ ഈ ഒരു മൾട്ടി കളർ ബീഡ്സ് ഉണ്ടല്ലോ, അതിൽ 3 ടൈപ്പ് ബോ ബീഡ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേറെയും കുറച്ച് ടൈപ്പ് കൂടി ഉണ്ട്, പക്ഷെ അത് സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈപ്പ് വന്നില്ല. ഞാനിത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പൊട്ടിച്ച് നോക്കാത്തത്. ഇതുപോലെ ഇതിപ്പോൾ വയർ ബോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട് അലിഗേറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഹാങ്ങിങ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഹോളോഗ്രാഫിക് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. മൾട്ടി കളറായിട്ടാണ്. സിംഗിൾ കളർ ഒരുപാട് പേര് ചോദിക്കുന്നത്. നമുക്ക് സിംഗിൾ കളർ പാക്കറ്റ് വന്നാലാണ് സിംഗിൾ കളറായിട്ട് തരാൻ പറ്റുക. മൾട്ടി കളർ വരുമ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് തന്നെ തരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെയാണ് ഹോള് വരിക കേട്ടോ. നമുക്ക് ഇതൊരു 2-3 പീസ് വെച്ചിട്ട് ഇതൊക്കെ ഒരു 10 ഗ്രാമിന് എന്തായാലും 15 to 20 രൂപയുടെ ഇടയിലാണ് റേറ്റ് വരിക. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതേപോലെ ഒരു 2-3 നമ്മളൊരു ബട്ടർഫ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായില്ലേ, ആ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് വൈറ്റ് ബീഡ്സിൻ്റെ ഇടയിൽ കൊടുത്താൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അടുത്തൊരു ടൈപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ബോയാണ് കേട്ടോ. ഇതും ഇതുപോലെ മിഡിൽ തന്നെയാണ് ഹോള് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഹോള് വരിക. ഓക്കെ,
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 തന്നെ മതിയായിരിക്കും തോന്നുന്നു. കാരണം അതിന് ബാക്കി വേറെ ബീഡ്സ് കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഹാങ്ങിങ്സ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം, ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ടൈപ്പ് ഹോളില്ലാത്ത ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു അലിഗേറ്ററിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഐ മീൻ ഈ ഒരു 2 സൈഡ് നിങ്ങൾക്ക് ഹാഫ് ബീഡ്സ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു ടിക് ടാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുട്ടികളുടെ ഫിംഗർ റിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന ബീഡ്സിൻ്റെ കുറച്ച് ടൈപ്സും കൂടെ സ്റ്റോക്ക് എത്താനുണ്ട് കേട്ടോ. അത് കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു മാർബിൾ ടൈപ്പിൽ ഇത് മൾട്ടി കളറാണ്, സിംഗിൾ കളറിൻ്റെ പാക്കറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടി കളറിൻ്റെ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. മിനിമം 10 ഗ്രാം ആയിരിക്കും ക്വാണ്ടിറ്റി ഉണ്ടാവുക കേട്ടോ. നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടണം എന്ന് ഒരുപാടായി വിചാരിക്കുന്നു. പക്ഷേ ഒരുപാട് പേര് പിന്നെയും പറയുന്നത് 10 ഗ്രാമായിട്ട് കൊടുത്താൽ മതി. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണമല്ലോ. ഇങ്ങനെ മൾട്ടി കളറിൻ്റെ പാക്കറ്റായിട്ട് വരിക. നമ്മുടെ മാർബിൾ ഹാർട്ടും മാർബിൾ ബോൾ ബീഡൊക്കെ ഇല്ലേ, അതേപോലെ റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10 or 12 mm ഉണ്ടാവും തോന്നുന്നു. 12 ആയിരിക്കും തോന്നുന്നു. 12 mm സൈസിലാണ് ഈ ഒരു റൗണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഹെയർ ബോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഇയറിങ്സ് ചെയ്യാൻ ഉപയോഗിക്കാം, മാല ചെയ്യാൻ ഉപയോഗിക്കാം, ബ്രേസ്ലെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മൾ വാച്ച് ചെയ്തില്ലേ, ആ വാച്ച് ചെയ്യാൻ കുട്ടികൾക്ക് ഇപ്പോൾ ഗ്ലാസ് ബീഡൊക്കെ ഉപയോഗിക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം, കുട്ടികൾ വീഴുകയോ മറ്റോ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലാസ് ബീഡ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക, ഈ ടൈപ്പ് മാർബിൾ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. സ്ക്വയറിൽ വന്നാലും അതിൻ്റെ ഹോള് വരുന്നത് തിരിച്ചാണ് കേട്ടോ. ഡയമണ്ട് ഷേപ്പിൽ നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഹോള് വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. ഇതുണ്ടോ, ഇതുപോലെ വരും, ഇതുപോലെ വരും കോർത്തെടുത്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനിയിപ്പോൾ സ്റ്റോക്ക് എത്താനുള്ളത് ഇതിൻ്റെ ഒരു ഓവൽ ഷേപ്പ് വരാനുണ്ട്. ഓക്കെ, അതാണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ബീഡ്സിൽ പിന്നെ നമ്മുടെ സെറാമിക് ടൈപ്പിൽ, സെറാമിക് ഒരുപാട് പേരായി ഇപ്പോൾ ചോദിക്കുന്നു ഈ ഒരു ടൈപ്പ് ബീഡ്സ് കൊണ്ടുവരുമോ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഷേപ്പ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് ഐറ്റംസ് ഞാൻ അതും കൂടെ വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കൂടെ വരുമ്പോഴേക്കും ചിലപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തിലൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. ഇതുപോലെ വരും. ഓക്കെ, സ്ക്വയർ ഷേപ്പാണ്, പക്ഷേ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരും. സ്ക്വയർ ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഡയമണ്ട് തന്നെയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചുരണ്ടി കഴിഞ്ഞാലും ഉരച്ച് കഴിഞ്ഞാലും അങ്ങനെ കളറ് പോവില്ല, പെട്ടെന്ന് പോവില്ല. പിന്നെ ഇതിലൊരു ഇതുണ്ട്, നിലത്ത് വീണ് ഉരഞ്ഞ പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. സെറാമിക് ടൈപ്പിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ. ഇതിൻ്റെ ഇനി റൗണ്ട് വരാനുണ്ട്, പിന്നെ ഒരു ഫ്ലവർ ഷേപ്പ് വരാനുണ്ട്, പിന്നെ റെക്റ്റാങ്കിൾ ഉണ്ടാവുമെന്നറിയില്ല. അങ്ങനെ ഒരു 3-4 ടൈപ്പ് ഇതിലും സ്റ്റോക്ക് വരാനുണ്ട് കേട്ടോ. പിന്നെ ഒരൈറ്റം ബീഡ്സിൻ്റെ കാറ്റഗറിയിൽ കാണിക്കാം. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10-ൽ കൂടുതൽ കളേഴ്സ് ഉണ്ടെന്നു. അതിലേക്ക് ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ച് കാണിച്ചു തരാം. ഒരുപാട് പേര് ബീഡ്സ് നമ്മൾ പൊട്ടിക്കാതെ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടിക്കാതെ കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു കളറും കൂടെ നമ്മൾ ക്രിസ്റ്റൽ ടൈപ്പ് 6 mm ആണ് കേട്ടോ ഇതിൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഐറ്റംസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.